ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് പ്രസാദ്. തന്നെയാണ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അതായത് നമ്മളൊരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഇൻക്യുബേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മളെ സുഹൃത്തിനെ വെച്ചുണ്ടാക്കിയൊരു ഇൻക്യുബേറ്റർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്ത് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മളൊരു കൊല്ലത്തോളം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനുശേഷം പിന്നെ ഇൻക്യുബേറ്റർ പലതവണ ഉണ്ടാക്കാൻ നോക്കി പിന്നെ വേണ്ടെന്ന് വെച്ചു. വെറുതെ നമ്മൾ ആ പഴയ ബോർഡും കാര്യങ്ങളും മെഷീനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 6 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എടുത്തിട്ട് നമ്മൾ ആ ആളെ കൊണ്ട് തന്നെ ഒരു ഇൻക്യുബേറ്ററും കൂടെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതായത് ബോക്സ്, അതായത് തെർമോക്കോളിൻ്റെ ബോക്സിലാണ് കേട്ടോ. തെർമോക്കോളിൻ്റെ ബോക്സ് നമ്മൾ കുറേ അന്വേഷിച്ചെങ്കിലും നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ കിട്ടിയിട്ടോ. ഒരുവിധം നമ്മളെല്ലാ സ്ഥലത്തും പോയി, പക്ഷേ കിട്ടിയില്ല. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ അതിൽ പറയുന്നുണ്ട്. തർക്കമില്ലാത്തൊരു ബോക്സാണ്, നല്ല ഉറപ്പുണ്ട് കേട്ടോ, നല്ല തിക്നെസ്സൊക്കെ ഉള്ള ബോക്സാണ്. അപ്പം കൂടുതൽ പറയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്ത് അതിൻ്റെ എല്ലാ പ്രവർത്തനവും കാര്യങ്ങളും കാണുകയും ചെയ്യാം കേട്ടോ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ വിരിയുന്ന വീഡിയോ നമ്മൾ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഉണ്ടാക്കിയിട്ട് മുട്ട വെക്കുന്നതേ പറ്റിയിട്ടുള്ളൂ. അപ്പം ഈ ഇൻട്രോ ഞാൻ ഇത് 5 ദിവസത്തിന് ശേഷമായിട്ട് എടുക്കുന്നത്. വീഡിയോ എടുത്തതിന് എന്താണെന്ന് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം കുഞ്ഞുങ്ങൾ അതിനകത്ത് ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഹീറ്റിന് കുറച്ച് ആട്ടും ഇങ്ങോട്ടും കൺട്രോളിന് കുറച്ച് പ്രയാസം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കുഴപ്പമായില്ല. ഇനി ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്താ ഏതാണെന്നുള്ള സ്ഥിതിയൊക്കെ. അപ്പം ഇപ്പം നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കുന്നതും അതെന്താ ചെയ്തതെന്നുള്ളതൊക്കെ കാണിക്കുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഇതാ കണ്ടില്ലേ, ഇതാട്ടോ. നാടൊട്ടാകെ നടന്നിട്ടും നമുക്ക് നമ്മളുടെ അവസാനം നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അവിടെ മരുന്ന് കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നീളം എന്ന് പറയാൻ 45 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 35 സെൻറ്റിമീറ്റർ വീതിയുണ്ട് കേട്ടോ. ഹൈറ്റ് നോക്കിയില്ല, ഹൈറ്റ് 10 ഇഞ്ചാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതാണ് നമ്മളുടെ ബോക്സ്. ഇതിലാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഇൻക്യുബേറ്ററിൻ്റെ മെക്കാനിസം പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ പഴയ ആൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മളെ പഴയ ആൾ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു 6-7 വർഷം മുമ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ആൾ തന്നെ. അപ്പം നമുക്ക് ഈ കാർബോർഡല്ല, നമ്മൾ തെർമോക്കോളിൻ്റെ ബോക്സിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, നമുക്ക് അറിയില്ല. പിന്നെ ഇതാ എല്ലാ സാധനവും ഇത് നമ്മളെ പഴയ ബോർഡാട്ടോ. അന്ന് നമ്മൾ ഊരി വെച്ച, നമ്മളൊരു വർഷത്തോളം ഉപയോഗിച്ചിട്ട് പിന്നെ ഊരി വെച്ചാണ് പെട്ടിയിൽ. പിന്നെ നമ്മൾ ഇപ്പോഴാട്ടോ എടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി ബോക്സൊക്കെ സെറ്റായി ബൾബൊക്കെ കൊടുത്തതിന് ശേഷം 2 മണിക്കൂർ പ്രവർത്തിച്ച് നോക്കണം ഓക്കെ ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരും. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വയറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ബോർഡിൽ ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയറക്റ്റ് നമ്മൾ കറണ്ടിൽ നിന്ന് വരുന്ന വയർ ഇതാ അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ലാസ്റ്റ് വർക്കാണ്. ഇനിയിപ്പോൾ ടെസ്റ്റ് അടിച്ച് നോക്കണം. അടുത്തത് അതാണ് ഇപ്പം. ഇനി ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിതാ ബോക്സിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ മാസ്കിങ് ടാപ്പ് ഒട്ടിച്ചിട്ടുണ്ട്, ചുറ്റും ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളെ റീഡിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് നടക്കുന്നത് കാണാൻ വേണ്ടി ഇതാ അതിൻ്റെ ഡിസ്പ്ലേ ഇവിടെ കറക്റ്റ് കാണാം. ബാക്കി ഇതാ വയറും കണക്ഷനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓണാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അതായത് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 37.6 സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓഫ് 3 സെക്കൻഡ് ബാക്കോട്ടും. അപ്പോൾ അതാ 37.3 ആയി. 4-6 നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ബോക്സ് നല്ല ഹീറ്റ് ആയതുകൊണ്ട് കണ്ടില്ലേ 6 ഓഫായി. റിവേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് 3 സെക്കൻഡാണ് കേട്ടോ. കണ്ടില്ലേ 6 3 സെക്കൻഡ് ബാക്കോട്ട് വന്നപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ബൾബ് കത്തിയിട്ടുണ്ട്. ഇനി അങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഓഫായിക്കോളും. കണ്ടില്ലേ. ഇനി നമുക്ക് ഉള്ളിലെ സെറ്റപ്പ് കാണാം. ഉള്ളിലെ സെറ്റപ്പ് കണ്ടില്ലേ. ഇതൊക്കെ നമ്മൾ കാർബോർഡ് ഒരു കഷ്ണം ഒട്ടിച്ചതാട്ടോ. അതിൻ്റെ മുകളിലാണ് ഈ ഫാന് ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ. ഇനി നമുക്ക് ഉള്ളിൽ ഒരു 10 35 40 മുട്ട വരെ പോവും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ വെള്ളം വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് മുട്ടയും വെക്കണം. അപ്പോൾ നമ്മളുടെ വീടിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ഇപ്പോൾ ബോക്സും കാര്യങ്ങളൊക്കെ. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ കണ്ടില്ലതാ നമ്മൾ 4 മുട്ട വെച്ചിട്ടുണ്ട് കേട്ടോ. 4 മുട്ടയും വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതാ ഒരു ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ട്. അപ്പം ഒരു ഗ്ലാസ് വെള്ളം മതിയാവുമെന്ന് വിചാരിക്കുക കണ്ടിട്ട്. മുട്ട ഇപ്പോൾ തൽക്കാലം ടെസ്റ്റ് ഡോസ് എന്നുള്ള നിലയ്ക്ക് 4 വെച്ചുള്ളൂ. ചൂടിൻ്റെ ചെറിയ ഒരു പ്രശ്നം വരുന്നുണ്ട്. കുറച്ച് ഹീറ്റ് കൂടുതലാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 4 വെച്ചത്. അപ്പോൾ കുറേ മുട്ട ഉണ്ട്. അപ്പോൾ മുട്ട വെച്ച് ഇനി കേടാക്കണ്ട വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ മുട്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ മുട്ടയിലൊക്കെ വിരിയോ എന്നുള്ളത്, കേടാവുള്ളൂ എന്നൊക്കെ അറിയണമെങ്കിൽ ഒരു 5 ദിവസം കഴിയണം. എന്നിട്ട് വേണം നമുക്ക് മുട്ട കൂട്ടി വെക്കാൻ വേണ്ടി. അപ്പം ഇതാണ് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ മുട്ടയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഇനിയിപ്പം നമുക്ക് 21 ദിവസത്തിന് വരെ വെയിറ്റ് ചെയ്യാം എന്താണെന്നുള്ളത്. 20 ദിവസം വേണ്ട, 5 ദിവസം കൊണ്ട് തന്നെ അറിയാമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇൻക്യുബേറ്റർ ഉണ്ടാക്കി 4 മുട്ടയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി അപ്ഡേഷനൊക്കെ നമുക്ക് 5 ദിവസത്തിന് ശേഷം കാണാം.